മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് നിഖിൽ. ഞാനൊരു കോമ്പോസിറ്റ് ഇൻഷുറൻസ് അഡ്വൈസറാണ്. IRDA ഈ വർഷം സെപ്റ്റംബർ 5 കൊണ്ടുവന്ന പുതിയ മാസ്റ്റർ സർക്കുലറിലെ പ്രസക്ത ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ വിശദമാക്കുന്നത്. നിലവിൽ പോളിസി ഉള്ളവർക്കും ഇനി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പോകുന്നവർക്കും ഈ ഇൻഫോർമേഷൻസ് ഒരുപോലെ ഉപകാരപ്രദമായിരിക്കും. ഈ സർക്കുലറിൽ പറയുന്ന കാര്യങ്ങൾ ഒക്ടോബർ 1, 2024 മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുള്ളതുമാണ്. ഏതൊരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയും ഏതു പ്രായക്കാർക്കും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നൽകണം എന്നതാണ് ഇതിലെ ആദ്യത്തെ പോയിന്റ്. പല കമ്പനികളും പോളിസിയിൽ ജോയിൻ ചെയ്യുന്നതിനുള്ള പ്രായപരിധി 65 വയസ്സ്, 75 വയസ്സ് എന്നിങ്ങനെയെല്ലാം നിജപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സർക്കുലർ പ്രകാരം ഇനി ഏതു പ്രായത്തിലുള്ളവർക്കും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് PED അഥവാ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിനെ കുറിച്ചാണ്. കൂടുതൽ ലളിതമായി പറഞ്ഞാൽ നമുക്ക് വന്നു പോയതും നിലവിലുള്ളതുമായ അസുഖങ്ങളെ ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. സാധാരണയായി പല ഇൻഷുറൻസ് കമ്പനികളും പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന് 48 മന്ത്സ് അഥവാ 4 years ആണ് വെയിറ്റിംഗ് പീരീഡായി പറയാറുള്ളത്. പക്ഷേ ഈ ഒരു സർക്കുലർ പ്രകാരം ഈ വെയിറ്റിംഗ് പീരീഡ് 36 മാസം അഥവാ 3 വർഷമാക്കി ചുരുക്കിയിട്ടുണ്ട്. ഇത് നിലവിൽ പോളിസി ഉള്ളവർക്കും ഇനി പോളിസി എടുക്കാൻ പോകുന്നവർക്കും ഒരേപോലെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. മൂന്നാമതായി, ഫ്രഷ് പോളിസിയിലെ ഫ്രീ ലുക്ക് പീരീഡ് ഈ സർക്കുലർ പ്രകാരം 15 ദിവസത്തിൽ നിന്നും 30 ദിവസമായി ഉയർത്തിയിട്ടുണ്ട്. ഫ്രീ ലുക്ക് പീരീഡ് കാലയളവിൽ നിങ്ങളെടുത്ത പോളിസിയിൽ നിങ്ങൾ തൃപ്തരല്ലെങ്കിൽ പോളിസി ക്യാൻസൽ ചെയ്താൽ പ്രീമിയം തുക തിരികെ ലഭിക്കുന്നതായിരിക്കും. നാലാമതായി, പോളിസി റിന്യൂവലിനായുള്ള ഗ്രേസ് പീരീഡ് പുതിയ സർക്കുലർ പ്രകാരം മിനിമം 30 ദിവസമാക്കിയിട്ടുണ്ട്. പക്ഷേ ഗ്രേസ് പീരീഡിൽ കവറേജ് ലഭിക്കുന്നതല്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. മന്ത്ലി EMI ആയി പ്രീമിയം അടയ്ക്കുന്നവർക്ക് മിനിമം 15 ദിവസം കവറേജോടുകൂടിയ ഗ്രേസ് പീരീഡും ഈ സർക്കുലർ പ്രകാരം ലഭിക്കുന്നതായിരിക്കും. അഞ്ചാമതായി, ഇനി മുതൽ എല്ലാ ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസികളും അത് ബാങ്ക് മുഖേനയായിട്ടുള്ളതാണെങ്കിലും മറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ റീറ്റെയിൽ പോളിസികളിലേക്ക് പോർട്ട് ചെയ്യാവുന്നതാണ്. അണ്ടർറൈറ്റേഴ്സിന്റെ തീരുമാനപ്രകാരമായിരിക്കും പോർട്ടിംഗ് സാധ്യമാവുക. ആറാമതായി, സാധാരണ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളിൽ ഉണ്ടായിരുന്ന മൊറട്ടോറിയം പീരീഡ് 8 വർഷത്തിൽ നിന്ന് 5 വർഷമാക്കി ഈ സർക്കുലർ പ്രകാരം കുറച്ചിട്ടുണ്ട്. അതായത് ഒരു വ്യക്തിക്ക് 5 വർഷം തുടർച്ചയായി ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് എന്ന് കരുതുക. 5 വർഷത്തിന് ശേഷം ആ വ്യക്തിക്ക് വരുന്ന ക്ലെയിമുകളൊക്കെ തന്നെയും കമ്പനി തീർപ്പാക്കി കൊടുക്കേണ്ടതാണ്, അൺലെസ് ദ ക്ലെയിം ഇസ് എ ഫ്രോഡ്, മിസ്റെപ്രസെന്റേഷൻ ഓർ എൻ ഇല്ലീഗൽ ആക്ടിവിറ്റി. ഈ ഒരു സർക്കുലർ തീർച്ചയായും എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് ഉപഭോക്താക്കൾക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഈ ഒരു സർക്കുലറിലെ മറ്റു പ്രസക്തമായ കാര്യങ്ങൾ, പോളിസി പ്രപ്പോസറെ സംബന്ധിച്ചിടത്തോളം CKYC, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, നോമിനി ഡീറ്റെയിൽസ് എന്നിവ പോളിസി എടുക്കുന്ന സമയത്ത് നിർബന്ധമായും കമ്പനിക്ക് നൽകേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഇനി മുതൽ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾക്ക് പ്രീമിയം എമൗണ്ട് കൂട്ടുന്നതിനായി IRDAയുടെ അനുമതി ആവശ്യമില്ല എന്നുള്ളതാണ്. പ്രീമിയം വർധനവ് കമ്പനികൾ IRDAയെ ഇൻഫോം ചെയ്താൽ മാത്രം മതിയാകും. ഈയൊരു സർക്കുലർ തീർച്ചയായും ഹെൽത്ത് ഇൻഷുറൻസ് ഉപഭോക്താക്കളിൽ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.